അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇന്ത്യക്കാരാണ് അല്ലേ? ഇന്ത്യ രാജ്യത്ത് സുന്ദരമായി സാഹോദര്യത്തോടെ ഐക്യത്തോടെ ജീവിക്കുന്ന ആളുകളാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് നോക്കിയാൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ഇത് എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് പോസ്റ്റുകൾ കണ്ടപ്പോൾ രാജ്യസ്നേഹം തുളുമ്പുന്ന ചില ആളുകളെ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. രാജ്യസ്നേഹത്തിൻ്റെ കഥകളും അവിടുത്തെ സംഭവങ്ങളും അത്ഭുതങ്ങളും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങളാണ് രാജ്യത്തിൻ്റെ എല്ലാം എന്ന് പറഞ്ഞ് ആ സ്നേഹത്തെ മുഴുവനും സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിച്ചു തരുന്ന ചില ആളുകളെ നമ്മൾ അതിൻ്റെ അവസ്ഥകൾ കണ്ടപ്പോൾ, ഒന്ന് രണ്ട് പോസ്റ്റുകൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്, ഹൃദയം ഒന്ന് പിടഞ്ഞു പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടു ആൽബിച്ചം മുരിങ്ങിയിൽ എന്ന് പറയുന്ന ഒരുത്തൻ്റെ ഒരു പോസ്റ്റ്. ഇന്ത്യ എന്ന് പറയുന്ന ഈ സുന്ദരമായ രാജ്യത്തിൻ്റെ ഒരു പ്രതിജ്ഞ, ഇന്ത്യ എൻ്റെ രാജ്യമല്ല, ഞാൻ ഇന്ത്യക്കാരനല്ല, ഞാൻ ഇന്ത്യയെ വെറുക്കുന്നു, ഇങ്ങനെ തുടങ്ങി ആ ഒരു പ്രതിജ്ഞയെ വളരെ മോശമായ രീതിയിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ഒരുത്തനെ കാണാനിടയായി. ഇതൊക്കെ എത്ര വലിയ രാജ്യത്തോട് ചെയ്യുന്ന ദ്രോഹമാണ്. എന്തുകൊണ്ടാണ് ഒരു ചാനൽ പോലും ഇതിനെക്കുറിച്ചിട്ട് ഒരു അഭിപ്രായം പറയാത്തത്? എന്തുകൊണ്ടാണ് ഒരു ചാനലിൽ പോലും ഇതിനെക്കുറിച്ച് ചർച്ചകളില്ലാത്തത്? രാജ്യദ്രോഹ കുറ്റം എന്തുകൊണ്ടാണ് ഇവരുടെ പേരിലൊന്നും ചുമത്താത്തത്? ചോദ്യങ്ങളാണ്. ഉത്തരം ആര് തരും? അതേപോലെ തന്നെ തൊട്ടടുത്ത് കണ്ട ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ഒരു പ്രതിനിധിയാണ്. അദ്ദേഹം മുൻ ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്നു. പിന്നെ ആഞ്ജനേയലു അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കാണാനിടയായി. ഇന്ത്യൻ പതാകയെ ചവിട്ടി നിൽക്കുന്ന, അതിൻ്റെ ഒരു പ്രതിനിധാനം ചെയ്തുകൊണ്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു വസ്തുവിൽ ചവിട്ടി നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടോ നിങ്ങൾ? ഇതാരാ ചെയ്യുന്നത്? ആ കഴുത്തി കിടക്കുന്ന ഷാളും ആ ജുബ്ബയും ആ നടത്തവും കണ്ട ഏതൊരുത്തനും അറിയാം അവരൊക്കെ ഏത് പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ് എന്ന്. ഇവരൊക്കെയാണത്ര ഇന്ത്യ രാജ്യത്ത് സ്നേഹവും വാത്സല്യവും പറയുന്ന ആളുകൾ. പിന്നെ കണ്ടില്ലേ, പണ്ടോ പാകിസ്ഥാന് വേണ്ടിയിട്ട് ചാരപ്പണി ചെയ്ത മഹേന്ദ്ര പ്രസാദ്. ഇന്ന് മാത്രമല്ല പല സമയത്തും അവർ ചെയ്യുന്നുണ്ട്, അത് വേറെ. നോക്കൂ നിങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെതിരെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഉള്ളറയിലൂടെ കടന്നുപോയ ഒരുപാട് യാത്രക്കാരെ അവിടെ നിന്ന് കൊന്നടക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ മുഴുവനും ഓപ്പറേഷൻ സിന്ദൂർ അവിടെ നിന്ന് പ്രഖ്യാപനം നടത്തിയപ്പോൾ, ആ ഒരു സംഭവം നടത്തിയപ്പോൾ അതിനെ വരെ ചാരപ്പണി ചെയ്ത ചില ആളുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു. അവർ അഹമ്മദില്ല, അക്ബറില്ല, മുഹമ്മദില്ല, കബീറില്ല, അതിനകത്തൊക്കെ ഉണ്ടായിരുന്ന പേരുകൾ ഇതുപോലുള്ള നാമങ്ങളാണ്. മനസ്സിലായോ നിങ്ങൾ? ഞാൻ മനസ്സിലാക്കുന്നു, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഈ സേവനവും സ്നേഹവും വാത്സല്യവും പറഞ്ഞ് പല ആളുകളും പല പ്രഭാഷണങ്ങളും പല വാക്കുകളും ഒക്കെ പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കുകയാണ്, ഈ പറയുന്ന ആളുകൾക്കെതിരെ ഏതെങ്കിലും ഒരു ചാനലുകൾ അവിടെ ധർമ്മം നടത്തിയിട്ടുണ്ടോ? എവിടെയായിരുന്നു നമ്മുടെ ചാനലുകളൊക്കെ? അവരെന്തെങ്കിലും ഈ ഒരു വിഷയത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഒരു മുസ്ലിം, ഇനി നേരെ മറിച്ച് ഈ പറയപ്പെട്ട സംഭവങ്ങളൊക്കെ നടത്തിയത് ഒരു മുസ്ലിം ആണെങ്കിൽ, തലയിൽ തൊപ്പിയുള്ളവനാണെങ്കിൽ, താടിയുള്ളവനാണെങ്കിലും, അല്ലെങ്കിൽ മുസ്ലിം നാമധാരിയാണെങ്കിൽ അദ്ദേഹത്തെ രാജ്യകുറ്റം ചുമത്തി ജയിലിലടക്കും, തൂക്കിലേൽക്കാം, എന്ത് വേണമെങ്കിലും ഇന്ത്യ രാജ്യത്തിൻ്റെ മണ്ണിൽ നിന്ന് ചെയ്യും. പക്ഷേ ഈ പറയപ്പെട്ട ആളുകളൊക്കെ ഇതെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ടൊരു ചാനലുകൾ ചർച്ച വന്നില്ല? എന്തുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ആളുകളൊക്കെ രാജ്യസ്നേഹം പറഞ്ഞു വരുന്ന ആളുകളൊക്കെ ഇവരൊന്നും രാജ്യസ്നേഹം പറഞ്ഞു വന്നില്ല? സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതെല്ലാം കാണിച്ചു കൂട്ടിയ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന ഈ മഹത്തായ സ്വന്തം രാജ്യത്ത് സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച, സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും ഉണ്ടാകണമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഈ ഇന്ത്യ രാജ്യത്തെ ഇങ്ങനെ അവഹേളിക്കുന്ന, ഇങ്ങനെ പിച്ചു ചീന്തുന്ന ചില ആളുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്നേഹവും പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇവർക്കെതിരെ എന്തുകൊണ്ടാണ് നമ്മുടെ ചാനലുകളൊന്നും ചർച്ചകളിടാത്തത്? അതേപോലെ തന്നെ തൊട്ടടുത്ത് ഞാൻ കണ്ടു, ആണുങ്ങളല്ലേ ഭരിക്കേണ്ടത്, പെണ്ണുങ്ങൾ നമ്മുടെ തായിരിക്കേണ്ട ആളുകളല്ലേ എന്ന് കൊല്ലം തുളസിയുടെ ഒരു വാക്ക് കണ്ടു. ഈ കൊല്ലം തുളസിയൊക്കെ ഏത് പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണെന്ന് നമുക്കറിയാം അല്ലേ? ഈ ഒരു വിഷയം വന്നപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സുഹറാത്തൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഫെമിനിസ്റ്റുകളുണ്ട്, സ്നേഹവും പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യവും പറഞ്ഞു വരുന്ന കുറേ ആൾക്കാർ. അവരൊന്നും കണ്ടില്ലല്ലോ. എന്തേ അവരൊന്നും കാണാതിരുന്നത്? അവരൊന്നും ഈ സമൂഹത്തിലില്ലേ?
പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് തട്ടമൂരി ഞാനിതാ പ്രതിഷേധം നടത്തുന്നു, എൻ്റെ കുടുംബം ഭയങ്കര ദീനീപരമായ കുടുംബമായിരുന്നു, ഞാനതെല്ലാം മാറുകയാണ്, ഞാൻ തട്ടമൂരുകയാണ് എന്നൊക്കെ പറഞ്ഞ് ചാനൽ ചർച്ചകളിൽ വന്നിട്ട് തട്ടമൂരിയിട്ട് പ്രതിഷേധം നടത്തിയ താത്താമാരെ കണ്ടായിരുന്നു. അവരൊക്കെ എവിടെ പോ? മനസ്സിലാക്കണം, നമ്മൾ ഇത് പറയുന്നത് തലയെക്കെട്ടുള്ളവനാണെങ്കിൽ, താടിയുള്ളവനാണെങ്കിൽ, അല്ലെങ്കിൽ നെരിയാണിക്ക് മുകളിൽ തുണിയൊന്ന് കയറിയവനാണെങ്കിൽ, തൊപ്പി വെച്ചവനാണെങ്കിൽ, വെള്ള ജുബ്ബയിട്ടവനാണെങ്കിൽ, അവൻ്റെ മേലിൽ കുതിര കയറുന്ന ചില ആളുകൾ. ഈ സംഭവത്തിനൊക്കെ സത്യം പറഞ്ഞാൽ ഇത് മനസ്സിലാവല്ലേ? പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ, ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽ മാത്രം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയാത്തത്. ഇസ്ലാമിൻ്റെ ആളുകളെ മാത്രം എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയാത്തത്. ഇത്രയ്ക്കും സ്വന്തം മണ്ടന്മാരായിട്ട് ചില ആളുകൾ മാറുന്നു. രാജ്യത്തോടുള്ള സ്നേഹവും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ പണിയൊക്കെ ചെയ്യുമോ? നോക്കൂ നിങ്ങൾ, ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന ഈ മഹത്തായ രാജ്യം, ഒരു ഓപ്പറേഷൻ സിന്ദൂര് അവിടെ നിന്ന് ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി വെപ്പോൾ അതിനെ വരെ പാകിസ്ഥാന് ഒറ്റിക്കൊടുത്ത ആളുകൾ, അവരൊക്കെ ആരാണ്, ഏത് പാർട്ടിയിലുള്ളവരാണ്, ഏത് സംഘടനയിലുള്ളവരാണ് എന്ന് നമുക്ക് വ്യക്തമാണ് അല്ലേ? സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന ആളുകൾ. ഇതിനൊക്കെ തക്കതായിട്ടുള്ള രാജ്യദ്രോഹത്തിൻ്റെ ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് പണി ചെയ്യോ? ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു പതാക, ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന മഹത്തായ ഈ രാജ്യം, ഇതിൻ്റെ ഒരു പുണ്യമാന ദിവസം, സ്വാതന്ത്ര്യം ലഭിക്കുന്ന ദിവസം, അതിൻ്റെ പതാകയും അതിൻ്റെ കാര്യങ്ങളിൽ ചവിട്ടി നിൽക്കാൻ മാത്രം അവിടെ നിന്ന് ധൈര്യം കാണിച്ച ഒരു നേതാവുണ്ടെങ്കിൽ, ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഇന്ത്യയോടുള്ള സ്നേഹം എത്രത്തോളം നമുക്ക് മനസ്സിലാവുന്നില്ല അതിൽ നിന്ന് അല്ലേ? ഇങ്ങനെയൊക്കെ ഇവരൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതൊക്കെ ചെയ്യുന്നത് ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ, മുസ്ലിം പേരുള്ളവനാണെങ്കിൽ, മുസ്ലിം വസ്ത്രം ധരിച്ചവനാണെങ്കിൽ അവനക്കെതിരെയല്ലേ ആളുകൾ വരുന്നത് അല്ലേ? ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ സമൂഹത്തിൻ്റെ ഒരു പോക്കും, ഈ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. എത്രത്തോളം അപകടമാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത്. ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവർ സ്വയം ഇന്ത്യ രാജ്യത്തെയും ഇവിടുത്തെ ഒരു സാഹോദര്യത്തെയും മതസൗഹാർദ്ദത്തെയും ഇന്ത്യ രാജ്യത്തിൻ്റെ ഐക്യത്തെയൊക്കെ തകർക്കുന്ന രീതിയിലാണ് പല സംഭവങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അരങ്ങേറുന്നത്. റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇവിടുത്തെ ഐക്യവും ഇവിടുത്തെ സ്നേഹവും അല്ലാഹു നിലനിർത്തി തട്ടെ. രാജ്യത്തെ സ്നേഹിക്കലും രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കലും അതൊരു രാജ്യസ്നേഹിയുടെ ഒരു കടമയാണ്. അതുപോലും ഇന്ന് പല ആളുകളും തെറ്റിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഒരു വസ്തുവിനെ, അതിൻ്റെ ഒരു ഷിയാറിനെ, അതിൻ്റെ ഒരു അടയാളത്തെ അത് ബഹുമാനിക്കുക എന്ന് രാജ്യത്തെ ബഹുമാനിക്കലല്ലേ? രാജ്യസ്നേഹിയുടെ കടമയല്ലേ അല്ലേ? ഇന്ത്യയുടെ പതാക, ഇന്ത്യയുടെ ദേശീയ ഗാനങ്ങൾ, പ്രതിജ്ഞകൾ, ഇതിനൊക്കെ സ്നേഹിക്കുകയും വാത്സല്യം ചെയ്യുകയും ഇതൊക്കെ നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് ഒരു രാജ്യസ്നേഹം എന്ന് പറയുന്നത്. മനസ്സിലാക്കണം. ഏറ്റവും പുണ്യമായ പരിശുദ്ധമായ മക്ക മദീന അല്ലേ? ആ പുണ്യമായ മക്കയും മദീനയേക്കാൾ സ്നേഹിക്കുന്നത് ഞാൻ ജനിച്ച എൻ്റെ രാജ്യത്തെയാണ് എന്ന് പറഞ്ഞ നേതാക്കളാണ് നമുക്കുള്ളത്. അത് ഇന്ത്യയാണ്, ഈ ഇന്ത്യയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ഞങ്ങളുടെ പ്രവാചകൻ അത് മഹത്വമുണ്ട് എന്ന് മറ്റു രാജ്യങ്ങളെ മക്കയെയും മദീനയും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഞാൻ ജനിച്ച എൻ്റെ രാജ്യത്തെയാണ് എന്ന് പറഞ്ഞ നേതാക്കളാണ് നമുക്കുള്ളത്. അതുകൊണ്ട് അങ്ങനെ ദുനിയാവിലൂടെ കഴിഞ്ഞു പോയ ആളുകളുടെ തലമുറകളാണ് നമ്മൾ. അവരൊക്കെ കാണിച്ചു തന്ന രാജ്യസ്നേഹവും നമുക്ക് വാത്സല്യവും ഒക്കെ ഉണ്ട്. അതുപോലെ നമുക്കുമാകാൻ നമ്മളെ കൊണ്ട് കഴിയണം. മനസ്സിലായോ? അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.